Hello everyone, welcome to G-Pod Class 8. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Pod 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം അടുക്കാനായി ക്രിസ്മസ് എക്സാമിൽ സോഷ്യൽ സയൻസിൽ അത്യാവശ്യം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ഇത്. ചാപ്റ്റർ 6 റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്നുള്ള 6ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്റർ നമ്മൾ ക്യുക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ നിങ്ങൾ രണ്ട് കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് ഈ ചാപ്റ്റർ സ്കൂളിൽ എടുത്തപ്പോൾ ടഫ് ആയിരുന്നോ ഈസി ആയിരുന്നോ? രണ്ട്, നിങ്ങൾ ഈ ചാപ്റ്റർ എത്രത്തോളം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്? മൂന്ന്, ഒരു കാര്യം കൂടി കമൻറ്റ് ചെയ്യുക, നിങ്ങൾ സ്കൂളിൽ എത്ര ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്? അപ്പോൾ ഇതിനൊക്കെ നോട്ടുകൾ കാര്യങ്ങൾ ഇതേപോലെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ലൈവ് എടുക്കുമ്പോൾ ലൈവിൻ്റെ നോട്ടുകൾ, അതേപോലെ തന്നെ പിന്നെ ക്വസ്റ്റ്യൻ പോളുകൾ, ലൈവ് ലിങ്കുകൾ, ഡെയിലി പ്ലാനുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് എജ്യൂപോഡിൻ്റെ സ്പെഷ്യൽ വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പിലാണ്. നിങ്ങൾ എജ്യൂപോഡിൻ്റെ സ്പെഷ്യൽ വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരുപാട് ബെനിഫിറ്റ്സ് എന്തിനെ കൊണ്ടുണ്ട്? എജ്യൂപോഡിൻ്റെ ക്രിസ്മസ് എക്സാമിന് മാത്രമായിട്ട് സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിലുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ആ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ പിന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ക്രിസ്മസ് എക്സാമിൻ്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ആദ്യം പഠിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? റിസോഴ്സസിനെ കുറിച്ചിട്ടാണ് അല്ലേ, വിഭവത്തെ കുറിച്ചിട്ടാണ്. ആ റിസോഴ്സസിന് ഡെഫിനിഷൻ ഉണ്ട്, അത് എന്തായാലും പഠിച്ചു വെക്കണേ. റിസോഴ്സ് ഈസ് ഡിഫൈൻഡ് ആസ് എനിത്തിങ് ദാറ്റ് ഈസ് എൻവയോൺമെന്റലി അവൈലബിൾ, ടെക്നോളജിക്കലി ആക്സസിബിൾ, കൾച്ചറലി ആക്സെപ്റ്റബിൾ ആൻഡ് കേപ്പബിൾ ഓഫ് മീറ്റിംഗ് അവർ നീഡ്സ്. അതായത് പാരിസ്ഥിതികമായിട്ട് ലഭ്യമായതും സാങ്കേതികമായി പ്രാപ്യമായതും സാംസ്കാരികമായി സ്വീകാര്യമായതും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ളതുമായിട്ടുള്ള എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? വിഭവം എന്ന് വിളിക്കാം. അതായത് വെള്ളം ഒരു വിഭവമാണ്, വായു ഒരു വിഭവമാണ് അല്ലേ. നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കണം, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റണം, അതിനൊക്കെ നമുക്ക് വിളിക്കുന്ന പേരാണ് എന്ത്? വിഭവങ്ങൾ. അപ്പോൾ വെള്ളവും വായുവും ഒക്കെ എന്താണ്? വിഭവത്തിനുള്ള ഉദാഹരണങ്ങളാണ്. ഈ വിഭവത്തെ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. റിസോഴ്സസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ബേസ്ഡ് ഓൺ നേച്ചർ, അതായത് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് മാൻ മെയ്ഡ് റിസോഴ്സസ് അല്ലേ. പ്രകൃതി വിഭവങ്ങളും മനുഷ്യനിർമ്മിത വിഭവങ്ങളുമായിട്ട് രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിസോഴ്സസ് അഥവാ വിഭവങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. സോ ദ റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങളെ നമ്മൾ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ ഒറിജിൻ. ഏതൊക്കെയാണ്? നാച്ചുറൽ റിസോഴ്സസ് അല്ലേ, അതായത് പ്രകൃതി വിഭവങ്ങൾ. എക്സാമ്പിൾ ഏതൊക്കെയാണ്? വായു, വെള്ളമൊക്കെ അതിനുള്ള എക്സാമ്പിളാണ്. മാൻ മെയ്ഡ് റിസോഴ്സസ് ഉണ്ട്, അത് ഏതാണ്? മനുഷ്യനിർമ്മിതമാണ്. അത് ഏതൊക്കെയാണ്? റോഡ്, മെഷീൻസ് ഒക്കെ അതിനുള്ള എക്സാമ്പിളാണ്. അത് മാത്രമല്ല, ഈ റിസോഴ്സസ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ബേസ്ഡ് ഓൺ റിന്യൂവബിലിറ്റി അല്ലേ. റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് അല്ലേ. എങ്ങനെയാണോ അതിന് ഒരു വിഭവത്തെ ഉപയോഗിക്കാൻ പറ്റുന്നത് അതിനനുസരിച്ച് റിസോഴ്സ് അഥവാ വിഭവങ്ങളെ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. റിന്യൂവബിൾ റിസോഴ്സസും നോൺ റിന്യൂവബിൾ റിസോഴ്സസും. പുനരുപയോഗിക്കാൻ കഴിയുന്ന വിഭവങ്ങളും പുനരുപയോഗിക്കാൻ കഴിയാത്ത വിഭവങ്ങളും. അപ്പോൾ റിന്യൂവബിൾ റിസോഴ്സ് പറഞ്ഞാൽ എന്താ? നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന വിഭവങ്ങളിൽ, അതായത് സൺലൈറ്റ്, സൂര്യപ്രകാശം, വിൻഡ്, കാറ്റ്, അതൊക്കെ എന്താ ഒരിക്കലും തീർന്നു പോകാത്തതാണ്. അപ്പോൾ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന റിസോഴ്സസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റിന്യൂവബിൾ റിസോഴ്സസ് അഥവാ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. എന്നാൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് അഥവാ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ എന്താ? മില്യൺസ് ഓഫ് ഇയേഴ്സ്, ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള കോള്, കൽക്കരി, പെട്രോളിയം, ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിളാണ്? നോൺ റിന്യൂവബിൾ റിസോഴ്സസ് അഥവാ പുനരുപയോഗിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നതും ഉണ്ടാവാൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കുന്നതുമായിട്ടുള്ള റിസോഴ്സസ് അഥവാ വിഭവങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നോൺ റിന്യൂവബിൾ റിസോഴ്സസ് അഥവാ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. അതിനുള്ള എക്സാമ്പിളാണ് അയേൺ, ഇരുമ്പയിര്, കോള്, കൽക്കരി, അതൊക്കെ ഓർത്ത് വെക്കട്ടോ. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് എന്തിലേക്ക് കിടക്കുകയാണ്? മിനറൽസ് അഥവാ ധാതുക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് അല്ലേ. എന്താണ് മിനറൽസ് പറഞ്ഞാൽ? ധാതുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? മിനറൽസ് ആർ naturally forming organic and inorganic substance which become usable only after being mined from ores or processed. അതായത് നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ മിനറൽസ് അഥവാ ധാതുക്കൾ എന്തായിട്ടാണ് ഉണ്ടാവുക? ഓർസ് അഥവാ അയിരായിട്ടാണ് ഉണ്ടാവുക. ആ ഓർസ് നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറി കൊണ്ടുപോയിട്ട് പ്രോസസ്സിങ് നടത്തിയിട്ട് ഒരുപാട് പരിപാടി നടത്തിയിട്ടാണ് നമ്മൾ എന്താക്കി മാറ്റുക? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാക്കി മാറ്റുക. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കാൻ പറ്റുന്ന സംഭവമാണ് ബോക്സൈറ്റ്. ആ ബോക്സൈറ്റിനെ പ്രോസസ്സിങ് നടത്തി നമുക്ക് എന്തായിട്ട് മാറ്റാൻ പറ്റും? അലൂമിനിയം ആയിട്ട് മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഭൂമിയിൽ നിന്ന് അയണോറാണ് കുഴിച്ചെടുക്കുക. ആ അയണോറിൽ നിന്നാണ് നമ്മൾ എന്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? അയേണും സ്റ്റീലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മിനറൽസ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെറ്റാലിക് മിനറൽസും ഉണ്ട്, നോൺ മെറ്റാലിക് മിനറൽസും ഉണ്ട്. ലോഹധാതുക്കളും ഉണ്ട്, അലോഹധാതുക്കളും ഉണ്ട്. പഠിച്ചു വെക്കണേ. ദ മിനറൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു മെറ്റാലിക് മിനറൽസ് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ്. മെറ്റാലിക് മിനറൽസ് പറഞ്ഞാൽ എന്താ? മെറ്റൽ ആയിട്ടുള്ള, ലോഹങ്ങളായിട്ടുള്ള നമ്മുടെ അയേൺ, ഗോൾഡ്, സിൽവർ ഒക്കെ എന്തിനുള്ള എക്സാമ്പിളാണ്? മെറ്റാലിക് മിനറൽസ് അഥവാ ലോഹധാതുക്കൾക്കുള്ള ഉദാഹരണങ്ങളാണ്. എന്നാൽ നോൺ മെറ്റാലിക് മിനറൽസ് അഥവാ അലോഹധാതുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? ലോഹങ്ങളല്ലാത്ത സാധനങ്ങൾ, അതായത് നമ്മുടെ പെട്രോളിയം ഒക്കെ എന്തിനുള്ള എക്സാമ്പിളാ? നോൺ മെറ്റാലിക് മിനറൽസ് എക്സാമ്പിൾ. അപ്പോൾ ഈ നോൺ മെറ്റാലിക് മിനറൽസിന്റെ പ്രത്യേകത എന്താണ്? ലോ ഇൻ ഹാർഡ്നെസ്. ഇവർക്ക് എന്ത് കുറവാണ്? കട്ടി കുറവായിരിക്കും. അത് മാത്രമല്ല ലെസ്റ്റർ, വഴുവഴുപ്പ് ഉണ്ടാവും, ഡക്റ്റിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല ഈ
മെറ്റാലിക് മിനറൽസ് അഥവാ ലോഹധാതുക്കളെ നമ്മൾ പിന്നെയും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഫെറസ് മിനറൽസും നോൺ ഫെറസ് മിനറൽസും കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണേ, മെറ്റാലിക് മിനറൽസ് അഥവാ ലോഹധാതുക്കളെ പിന്നെയും നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഫെറസ് മിനറൽസും ഉണ്ട്, നോൺ ഫെറസ് മിനറൽസും ഉണ്ട്. ഇരുമ്പിൻ്റെ അംശമുള്ള ധാതുക്കളും ഉണ്ട്, ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ധാതുക്കളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇരുമ്പിൻ്റെ അംശമുള്ളതും ഇരുമ്പിൻ്റെ അംശമില്ലാതും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും. അത് അങ്ങനെ നിങ്ങൾ ഒരു ഹോംവർക്ക് തരാം. ഈ ഒരു ഹോംവർക്കിൻ്റെ ആൻസർ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. ഈ ഒരു ഹോംവർക്ക് ആൻസർ മാത്രം ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്താൽ പോരാ. നിങ്ങൾക്ക് എച്ചുപോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വീഡിയോസ് റിക്വയർഡ് ആണെങ്കിൽ ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ സ്റ്റഡി അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിസ്മസ് എക്സാമിന് സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്തിരിക്കണം കേട്ടോ. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ചാപ്റ്ററിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ക്വിക്കായിട്ട് ഈ ചാപ്റ്റർ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾ 8ാം ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിനൊക്കെ എന്ത് ആവശ്യം ഉണ്ടാകും, ഈ ചാപ്റ്ററിനെ കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് അഥവാ നിർമ്മാണ വ്യവസായങ്ങളെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ ഒരുപാട് തരത്തിലുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറീസ് ഉണ്ട്. അപ്പോൾ എന്താണ് മാനുഫാക്ചറിങ് ഫാക്ടറീസ് പറഞ്ഞാൽ, റോ മെറ്റീരിയൽസ് യൂസിങ് മെഷീൻസിൽ, അതായത് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് അസംസ്കൃത വസ്തുക്കളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഞാനൊരു മെഷീൻ ഉപയോഗിച്ചിട്ട് ഷുഗർ കെയിൻ അഥവാ കരിമ്പിൽ നിന്ന് എന്തുണ്ടാക്കുകയാണ്, ഷുഗർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എന്താണ്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ്. ഇങ്ങനെ റിസോഴ്സസ്, അതായത് മെഷീൻസ് ഉപയോഗിച്ചിട്ട് റോ മെറ്റീരിയൽസിനെ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് ആക്കി മാറ്റുക. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് അഥവാ നിർമ്മാണ വ്യവസായങ്ങൾ. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഒക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും അടിപൊളിയായിട്ടൊരു ഇൻഡസ്ട്രിയാണ് ഇത്, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത്, ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു വ്യവസായമാണ് ഇത്, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി അഥവാ ഇരുമ്പുരുക്ക് വ്യവസായശാല. അതിൽ ഒരുപാട് പേരുകൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്, IISCO, ടിസ്കോ, പിന്നെ അതേപോലെ തന്നെ വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്, അങ്ങനത്തെ ഒരുപാട് പേരുകൾ നമ്മൾ പഠിക്കുന്നത്. അതൊക്കെ ഓർത്ത് വെക്കണം, എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി കാണുന്നത് എവിടെയാണ്, ഒഡീഷയിലാണ്. അപ്പോൾ വൈ ഒഡീഷ ബിക്കം ദ ലീഡിംഗ് സെൻറ്റർ ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ കാണുന്ന ഒരു പ്രദേശമായിട്ട് എന്ത് മാറിയിട്ടുണ്ട്, ഒഡീഷ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒഡീഷ മാറാനുള്ള കാരണം എന്താണെന്നും ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ആ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ഓർത്തുക. പിന്നെ അവിടെ എന്തുണ്ട്, ഫാക്ടേഴ്സ് നമ്മൾ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫാക്ടേഴ്സ് പഠിക്കുന്നുണ്ട് അല്ലേ. അതായത് ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, ഒരു ഉൽപ്പാദന വ്യവസായം ഒരു പ്ലേസിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് കാരണമാകുന്ന ഘടകങ്ങൾ അതുകൂടി എന്ത് ചെയ്യും, ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റിൽ പൊല്യൂഷൻ ആണ് പഠിക്കുന്നത്. 4 തരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ട് അല്ലേ. ഏതൊക്കെയാടാ, എയർ പൊല്യൂഷൻ ഉണ്ട്, വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, സോയിൽ പൊല്യൂഷൻ ഉണ്ട്, നോയ്സ് പൊല്യൂഷൻ. അതായത് വായു മലിനീകരണമുണ്ട്, ജലമലിനീകരണമുണ്ട്, മണ്ണ് മലിനീകരണമുണ്ട്, ശബ്ദ മലിനീകരണമുണ്ട്. ഈ മലിനീകരണം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നോ ഇതെങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇതിൻ്റെ കൂടെ തന്നെ റിസോഴ്സ് ഡിപ്ലീഷൻ, അതായത് എന്താണ്, വിഭവ ശോഷണം, റീജിയണൽ ഇനീക്വാളിറ്റി, പ്രാദേശിക അസമത്വം, അതേപോലെ തന്നെ എന്താണ്, മൈഗ്രേഷൻ, പിന്നെ കുടിയേറ്റം, അർബനൈസേഷൻ, നഗരവൽക്കരണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവസാനം നമ്മൾ എന്ത് പഠിച്ചു, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ, അതായത് ഈ റിസോഴ്സസ് ഡിപ്ലീറ്റഡ് ആയിട്ട് പോവുക, ഉപയോഗിക്കുന്നതോറും തീർന്നു പോകുക എന്നുള്ളത് എന്താണ്, റിസോഴ്സസ് നേരിടുന്നൊരു പ്രശ്നമാണ്. അതിനെ ഓവർകം ചെയ്യാൻ നമുക്കുള്ള ഒരു സൊല്യൂഷനാണ് എന്ത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അഥവാ സുസ്ഥിര വികസനം. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിത് ക്വിക്കായിട്ടുള്ള റിവിഷന് വേണ്ടി തയ്യാറാക്കിയുള്ള ഒരു ഷോർട്ട് നോട്ടാട്ടോ. അതായത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു നോട്ടാണ് എന്ത്, ഇത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു ക്വിക്ക് റിവിഷൻ ആയിട്ടുള്ള ഒരു നോട്ട് ആയതുകൊണ്ട് തന്നെ, ഒരു വളരെ ക്വിക്കായിട്ടുള്ള റിവിഷൻ ആയിട്ടുള്ള ഒരു നോട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരു ക്വിക്ക് റിവിഷൻ ആയിട്ടുള്ള നോട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, മാർക്ക് കിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊരു 4 മാർക്കിനാണ് നിങ്ങളോട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ചോദിച്ചാൽ നിങ്ങൾ 4 പോയിന്റ് അവിടെ എന്ത് ചെയ്യണം, വിശദീകരിച്ച് ചെയ്തോ. അപ്പോൾ നമ്മളിത് നിങ്ങൾക്കൊന്ന് ഓർത്ത് വെക്കാണ്ടിരുന്ന ക്വിക്ക് റിവിഷനാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് എവിടെ കിട്ടും, എജുപോയിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ച് ജോയിൻ ചെയ്താൽ കിട്ടും. അവിടെ കറക്റ്റ് നോട്ടുകളുണ്ട്, അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ തരുന്നുണ്ട്, എജുപോയിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എജുപോയിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ആകുന്നുള്ള കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ എജുപോയിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അവിടെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ക്വിക്ക് റിവിഷന് വേണ്ടി തയ്യാറാക്കിയ ഷോർട്ട് നോട്ടാണ്. ഈ ഷോർട്ട് നോട്ടാക്കി എഴുതിയാൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ മാർക്ക് കിട്ടില്ല. ലോങ് പോയിന്റ്സ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. അങ്ങനെ ലോങ് പോയിന്റ്സ് അടങ്ങുന്ന ക്ലാസ്സുകൾ വിത്ത് ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻസ് റിവിഷൻസ് ഒക്കെ എവിടെ അവൈലബിൾ ആണ്? നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് നമ്മളൊരു ഗൂഗിൾ ഫോം പിൻ ചെയ്ത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ പ്രീ ബൂസ്റ്റർ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.